വിവാഹവും മറവിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത്. ഒരാജീവനാന്ത പങ്കാളി കൂട്ടിനുള്ളത് ഏകാന്തത ഇല്ലാതാക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്നിരിക്കെ വിവാഹിതർക്ക് ആശങ്ക ജനിപ്പിക്കുകയാണ് പുതിയ പഠനം. തലച്ചോറിന്റെ ആരോഗ്യകാര്യത്തിൽ വിവാഹം വില്ലനാണെന്നാണ് കണ്ടെത്തൽ. വിവാഹിതരിൽ ഡിമെൻഷ്യ സാധ്യത വർദ്ധിക്കുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മറവി രോഗം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വിവാഹം കഴിച്ചവരിലാണെന്നതാണ് കണ്ടെത്തൽ. അമേരിക്കയിലെ ദ ജേണൽ ഓഫ് ദ അൽഷിമേഴ്സ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച ഗവേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. യുഎസിലെ ഫ്ലോറിഡ സർവകലാശാലയിലെ ഗവേഷകരാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തിയത്. വിവാഹിതരായ 24,107 അമേരിക്കൻ പൗരന്മാരെ 18 വർഷത്തോളം നിരീക്ഷിച്ചതിനു ശേഷമാണ് ഇത്തരമൊരു കണ്ടെത്തൽ. വിവാഹം മാനസികാരോഗ്യത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ സ്വാഭാവിക ജീവിതത്തെ മാത്രമല്ല മാനസികാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്നാണ് പുതിയ പഠനം തെളിയിക്കുന്നത്. അവിവാഹിതർക്കും വിവാഹമോചിതരായവർക്കും ഡിമെൻഷ്യ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നതും പ്രധാനമാണ്. എന്നാൽ ഈ പഠനത്തെക്കുറിച്ച് ആരും തെറ്റിദ്ധരിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. വിവാഹം അപകടമാണ് എന്നല്ല, മറിച്ച് ആളുകൾ വിശ്വസിക്കുകയും സങ്കല്പിക്കുകയും ചെയ്യുന്ന ജീവിതമല്ല വിവാഹത്തിന് ശേഷം ലഭിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പഠനമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിവാഹിതരായ ആളുകൾക്ക് സാമൂഹിക ഇടപെടൽ കുറവായിരിക്കും. കുടുംബത്തെ നോക്കി വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ എന്നിവ കൂടുതലായി കാണപ്പെടുന്നു. ഇക്കാരണങ്ങൾ ഡിമെൻഷ്യയ്ക്ക് കാരണമാകും. അൽഷിമേഴ്സ് അസോസിയേഷന്റെ അൽഷിമേഴ്സ് ആൻഡ് ഡിമെൻഷ്യ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണത്തിൽ വിവാഹിതരായവരെ അപേക്ഷിച്ച് പങ്കാളി മരിച്ചവർ, വിവാഹമോചിതർ, വിവാഹം കഴിക്കാത്തവർ എന്നിവർക്ക് അൽഷിമേഴ്സ് രോഗവും ലൂബി ബോഡി ഡിമെൻഷ്യയും ഉൾപ്പെടെയുള്ള മറവി രോഗങ്ങൾ വരാനുള്ള സാധ്യത 50%-മോ അതിൽ കുറവോ ആണെന്ന് പറയുന്നു.